നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത് അൺയൂഷ്വൽ സിറ്റുവേഷനാണ്. അർജൻറ്റീന സ്വന്തം നാട്ടിൽ കളിക്കാനിറങ്ങിയിട്ട് സ്റ്റേഡിയം നിറഞ്ഞില്ല. ടിവൈസി സ്പോർട്സൊക്കെ അത്ഭുതത്തോടു കൂടിയാണ് പ്രതികരിക്കുന്നത്. അവർ പറയുന്നത് അർജൻറ്റീൻ ദേശീയ ടീം കളിച്ചിട്ട് ബൊക്കാ ജൂനിയേഴ്സിൻ്റെ സ്റ്റേഡിയം ലാ ബൊമ്പനേറ ഫില്ലായില്ല. ഇതൊരു അൺയൂഷ്വൽ സിറ്റുവേഷനാണ്. എസ്പെഷ്യലി എഫ് എ ടിക്കറ്റൊക്കെ വിറ്റഴിഞ്ഞു, സോൾഡ് ഔട്ടാണ് എന്ന് അനൗൺസ് ചെയ്തതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. അർജൻറ്റീന വേഴ്സസ് മൗറിത്താനിയ മത്സരം കളിയിൽ അർജൻറ്റീന ജയിച്ചു, 2-1 ജയിച്ചു. കളി കണ്ടവർക്ക് അറിയാം എന്തുകൊണ്ടാണ് ഈ സ്റ്റേഡിയം ഫില്ലാവാത്തെന്ന തോന്നൽ എല്ലാവർക്കും ഉണ്ടായിട്ടില്ലേ. എസ്പെഷ്യലി ആ രണ്ടാം ടയറിൽ, സെക്കൻഡ് ടയറിലാണ്, മിഡിലെ റോയിലാണ് ഈ ഫില്ലാവാതെ കിടന്നിരുന്നത്. ബാക്കി 2 റോ, ആദ്യത്തെയും അവസാനത്തെയും, അതായത് ഫസ്റ്റ് റോയും തേർഡ് റോയും ഒക്കെ ഫില്ലായി നിൽക്കുന്നൊരു ഫീലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മധ്യത്തിൽ ആളുണ്ടായിരുന്നില്ല. ഇപ്പം ടിവൈസി സ്പോർട്സ് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും നോട്ടീസബിൾ ആയിട്ടുള്ള ആബ്സെൻസ് ആ ഒരു മിഡിൽ ടയറിലാണ്, ലാ ബൊമ്പനേറയുടെ മിഡിൽ ടയറിലാണ്. അവിടെ ഒരുപാട് എം ടി സീറ്റുകൾ ഉണ്ടായിരുന്നു. VIP ബോക്സസ് ആൻഡ് ലോവർ ടയർ ഓൾസോ. അതിലും ലോവർ ടയറിലും VIP ബോക്സസുകളിലും പാർഷ്യൽ ഒക്യുപ്പൻസിയാണ്, അതായത് പകുതി അല്ലെങ്കിൽ കുറഞ്ഞ ആളുകളാണ് ഉണ്ടായിരുന്നത്. പൂർണ്ണമായും അതും ഫില്ലായിരുന്നില്ല. എന്നാൽ അവിടെ 70-80% ആളുകൾ ഉണ്ടായിരുന്നു. മിഡിൽ റോയിൽ വലിയ രൂപത്തിൽ ആളുകളില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ടിവൈസി സ്പോർട്സ് ഒരു വിശകലനം നടത്തുന്നുണ്ട്. കാരണം ഇതിലിപ്പോൾ ഓൾറെഡി വിറ്റഴിഞ്ഞു എന്ന് AFA പ്രഖ്യാപിച്ച ഒരു മത്സരമാണ്. ആ മത്സരത്തിലാണ് ആളുകൾ ഇങ്ങനെ നിറയാതിരിക്കുന്നത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇവരുടെ മത്സരങ്ങൾക്ക് അവിടെ സ്റ്റേഡിയം നിറയുന്നതാണ്. സോ ഒരു പക്ഷേ ആളുകൾക്ക് ഇത്തരം മത്സരങ്ങളിലുള്ള ഒരു താല്പര്യം കുറയുന്നത് ഒരു കാരണമായിരിക്കും എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറിയ ടീമുകളോടാണ് കളിക്കുന്നത്. അർജൻറ്റീന ഇപ്പോൾ സമീപകാലത്ത് അങ്ങനെയാണ്, അധികം മത്സരങ്ങളും കളിക്കുന്നത് ചെറിയ ടീമുകളോടാണ് എന്നുള്ള കാര്യം കൂടി നോക്കണം. അതേസമയം ഇപ്പോൾ ഇതിൻ്റെ ടിക്കറ്റിൻ്റെ വില കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പ്രൈസ് AFA ശരിക്കും പറഞ്ഞാൽ ഹൈ ആയിട്ടാണ് പ്രൈസ് വെച്ചിരുന്നത്. ജനറൽ ടിക്കറ്റിന് ഉള്ള വില തന്നെ വലിയ രൂപത്തിലാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോസ്റ്റ് പലർക്കും എത്രയും കൊടുത്ത് ഇത്തരം മത്സരങ്ങൾ കാണേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് കൊണ്ടുകൂടി ആയിരിക്കണം എന്ന ഒരു വിശകലനം കൂടി വരുന്നുണ്ട്. അതേസമയം പല മത്സരങ്ങളും, വമ്പൻ മത്സരങ്ങൾ ഓൾറെഡി ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് തന്നെ നടന്നു. ബ്രസീൽ വേഴ്സസ് ഫ്രാൻസ് മത്സരം ടിക്കറ്റ് $230 മുതൽ 2000 വരെയായിരുന്നു. അത് അർജൻറ്റീൻ കറൻസിയിൽ അത് കുറച്ചുകൂടി വലിയൊരു തുക കാണിക്കുമെങ്കിലും അതിൻ്റെ എക്സാക്റ്റ് എമൗണ്ട് അതാണ്. ഇംഗ്ലണ്ട് വേഴ്സസ് ഉറുഗ്വായ് മത്സരം അത് വെംബ്ലിയിൽ നടന്നു. $127 മുതൽ $161 വരെയാണ് അതിൻ്റെ തുക വന്നിട്ടുണ്ടായിരുന്നത്. സോ അർജൻറ്റീനയുടെ കളികൾക്ക്, സ്വന്തം നാട്ടിലെ കളികൾക്ക് ലോക്കൽ മാർക്കറ്റിൽ കൂടുതൽ പണം കൊടുത്ത് ചെറിയ ടീമുകൾക്ക് ഇതിലുള്ള കളി കാണാൻ ആളുകളെ വിമുഖത കാണിച്ചോ എന്നുള്ളതാണ് ടിവൈസി സ്പോർട്സ് അടക്കം ഇപ്പോൾ സംശയിക്കുന്നത്. സോ ചോദ്യം ഇതാണ്, ഇങ്ങനെയുള്ള ടീമുകളോട് ഫ്രണ്ട്ലി വെക്കുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് ലഭിക്കുന്നത്? ഇപ്പോൾ നവംബർ മാസത്തിലെ ആ ഒരു ബ്രേക്കിൽ നോക്കുക, ആകെ കളിച്ചത് അങ്കോളയ്ക്കെതിരെയാണ്. മറ്റു ടീമുകളൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഫ്രണ്ട്ലീസൊക്കെ ചാർട്ട് ചെയ്യുമ്പോൾ AFA അതിൽ പരാജയപ്പെടുന്നു എന്നുള്ളൊരു നിരാശ പൊതുവെ അർജൻറ്റീൻ ഫുട്ബോൾ ലോകത്തുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.